രാവ് തീർന്നിട്ടില്ല, 5 രാവും അതിലുപ്പെട്ടു. ഒറ്റ രാവല്ല നബിതങ്ങൾ പറഞ്ഞത്, ഈ 5 രാവും ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കുക. റമദാനിൽ അവസാനത്തെ ഒറ്റ രാവുകൾ നിങ്ങൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കണേ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, എന്താ ഈ രാവിന്റെ മഹത്വം? എന്താണ് ഈ രാവിന്റെ മഹത്വം? നോക്കൂ നിങ്ങൾ, ഖുർആൻ പറയാ, وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر. പരിശുദ്ധമാക്കപ്പെട്ടതായ ലൈലത്തുൽ ഖദ്ർ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയാണ്. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ളതായ രാവാണ്. ഏത് 1000 മാസം? ഏത് 1000 മാസം? ബനു ഇസ്രായേൽ ജനതയിൽപ്പെട്ടതാകുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ടതായ ശമഊൻ എന്ന് പറയുന്നതായ യോദ്ധാവായ മനുഷ്യനല്ലയോ അക്കാലഘട്ടത്തിലേതാകുന്ന വലിയതാകുന്ന വിലായത്തിന്റെ മർത്തബയെത്തിച്ച വ്യക്തിയല്ലയോ? അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരൊട്ടകത്തിന്റെ താടിയെല്ലുമായി യുദ്ധം ചെയ്തുകൊണ്ട് അടരാടി വിജയം വരിച്ചതാകുന്ന ശമഊനുൽ ഗാസി റളിയല്ലാഹു അൻഹു 1000 മാസം യുദ്ധം ചെയ്തതാകുന്ന ധർമ്മസമരം നടത്തിയതാ ആ കാലയളവുകളേക്കാൾ നിങ്ങൾക്ക് അല്ലാഹു ഈ ഒരൊറ്റ രാത്രി ഇബാദത്തെടുത്താൽ കൂലി നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. 83 വർഷവും 4 മാസവും എന്നല്ല, പിന്നെന്താ 1000 മാസവും എന്നല്ല. ബഹുമാനപ്പെട്ടതാകുന്ന ശമഊനുൽ ഗാസി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഇസ്രായേലി ജനതയിലെ അക്കാലഘട്ടത്തിലേതാകുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനുഭാവൻ ഒരൊട്ടകത്തിന്റെ താടിയെല്ലുമായി ശത്രുക്കൾക്കെതിരെ അടരാടി വിജയം വരിച്ചതാകുന്ന കാലയളവോളം അദ്ദേഹത്തിന് കിട്ടുന്നതാകുന്ന കൂലിയേക്കാൾ കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും. ഒറ്റ രാത്രി വർഷത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അൽഹംദുലില്ലാഹ്. ഇപ്പോഴാണ് ശരിക്കും അർത്ഥം തിരിഞ്ഞത്. ഒറ്റ രാത്രി ഇബാദത്തെടുത്താൽ ശമഊനുൽ ഗാസി റളിയല്ലാഹു അൻഹുവിനെ നൽകിയതാകുന്ന പ്രതിഫലത്തേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നൽകും. ഖൈറും മിൻ അൽഫി ശഹർ എന്നാണ് പറഞ്ഞത്. 1000 മാസത്തേക്കാൾ കൂടുതൽ അല്ലാഹു പ്രതിഫലം നൽകും. എന്തല്ല 1000 മാസം എന്നല്ല, 1000 മാസം എന്ന് പറയുകയാണെങ്കിൽ ഖൈറു അൽഫി ശഹരിൻ എന്ന് പറഞ്ഞാൽ മതിയായി. ലൈലത്തുൽ ഖദ്രി ഖൈറു അൽഫി ശഹർ. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് 1000 മാസത്തോളം അമൽ ചെയ്താൽ കിടപിടിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല ഖുർആൻ പറഞ്ഞത്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസം അമൽ ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലം ഈ ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലാഹു നൽകും. അതെത്രയാ? അല്ലാഹു അഅലം. എത്രയാന്ന് പറയാൻ പറ്റൂല. 1000 രൂപയേക്കാൾ ഞാൻ ഉസ്താദിന് കൊടുക്കാണ്ട് അബ്ദുൽ ലത്തീഫ് ഉസ്താദിന് കൊടുക്കാനുണ്ടെന്ന് ഞാൻ പറയാം. എനിക്ക് അബ്ദുൽ ലത്തീഫ് ഉസ്താദിന് 1000 രൂപയേക്കാൾ കൂടുതൽ ഞാൻ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ 5000 ആകാം, 10000 ആകാം, 1 ലക്ഷമാകാം, 10 ലക്ഷം ആകാം, 1 കോടിയാകാം. എത്രയാന്ന് പറയാൻ പറ്റുമോ? കാരണം ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 1000 രൂപയേക്കാൾ കൂടുതൽ ലത്തീഫ് ഉസ്താദിന് കൊടുക്കാനുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് 1001 ആക്കാൻ പറ്റുമോ? 1500 ആക്കാൻ പറ്റുമോ? 2000 ആക്കാൻ പറ്റുമോ? പറ്റൂല. അതേ പ്രയോഗമാണ് ഇവിടെ ഖുർആൻ പ്രയോഗിച്ചത്. നല്ലതുപോലെ ചിന്തിക്കണം നമ്മൾ. 83 വർഷവും 4 മാസവും ചെയ്യുന്ന അമലല്ല കിട്ടുന്നത്. എത്രയാണെന്ന് കണക്കില്ല എന്നർത്ഥം. നമ്മുടെ അമല് പോലെ ഇരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് അല്ലാഹുവിനെ അറിയാവുള്ളൂ. കാരണം എന്തുകൊണ്ട് 60-70 വയസ്സേ നമുക്കിവിടെയുള്ളൂ. ഈ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ വിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഈ റമദാനിനെ വർഷാവർഷം ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന പവിത്രമാക്കപ്പെട്ട ഈ രാത്രിയെ കണ്ടുമുട്ടിയവൻ, അമൽ ചെയ്തവൻ 10 കൊല്ലം കഴിയുമ്പോൾ അവൻ 1000 വർഷങ്ങളോളം ഇബാദത്തെടുത്ത കൂലി അവന് കിട്ടും. ചുരുങ്ങിയത്, ഏറ്റവും ചുരുങ്ങിയതാ പറഞ്ഞത്. 83 വർഷവും 4 മാസവും എന്നുള്ള കണക്ക് വെച്ചാൽ തന്നെ 1000 മാസത്തോളം അമൽ ചെയ്ത കൂലി കിട്ടും. അപ്പോൾ ഒരു 30 കൊല്ലം 40 കൊല്ലമൊക്കെ റമദാൻ ശരിക്ക് ലൈലത്തുൽ ഖദ്ർ കണ്ടുമുട്ടിയവരെ കിട്ടുന്ന നേട്ടം എത്രയാ? അൽഹംദുലില്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ.
അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ 2-ാം വർഷമാണ് റമളാൻ നിർബന്ധമാക്കപ്പെടുന്നത്. അന്ന് മുതൽക്ക് റമളാനിന്റെ അവസാനത്തെ 10 ആയാൽ പള്ളിയിൽ പരിപൂർണമായി ഇഅ്തികാഫ് ഇരിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10 പ്രവേശിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുകയാണ്. ശദ്ദമീസറഹു, താൻ ഉടുത്തിരിക്കുന്ന തുണി മുണ്ട് ഒന്നുകൂടി അരയിലേക്ക് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. എന്തിനാണ്? തഹയ്യു ആവുകയാണ്. റമളാനിന്റെ അവസാനത്തെ 10 നഷ്ടപ്പെടാൻ പാടില്ല, ലൈലത്തുൽ ഖദ്ർ നഷ്ടപ്പെടാൻ പാടില്ല. ഒന്നുകൂടി ഒരുങ്ങി തയ്യാറാവുകയാണ്. തന്റെ കുടുംബക്കാരെ വിളിച്ചുണർത്തുകയാണ്, എഴുന്നേൽക്കണേ, പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ പ്രവേശിച്ചു എന്ന് കുടുംബത്തോട് ഉണർത്തുകയാണ്. തന്റെ രാത്രികളെ ജീവസുറ്റതാക്കുകയാണ്. വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊള്ളുകയാണ്. എല്ലാ രാത്രിയിലും ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ പരിപൂർണമായി ഓതിക്കൊടുക്കുകയാണ്. ആദരവായ പ്രവാചകൻ റമളാനിൽ എല്ലാ രാത്രിയിലും വന്നുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പ്രാവശ്യം ഓതിക്കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ രാത്രി മുഴുവനും ഇബാദത്തിലായി കഴിച്ചുകൂട്ടുകയാണ്. വയഅതസിലു നിസാഅഹു, 10 ദിവസത്തോളം ഭാര്യമാരുമായി യാതൊരു വിധ ബന്ധവുമില്ല. പരിപൂർണമായി അല്ലാഹ് പടച്ച റബ്ബിലേക്ക് തിരിയുകയാണ്. അല്ലാഹ് എന്നുള്ള ചിന്ത മാത്രം, വേറൊരു പണിയില്ല. അങ്ങനെ ഖൽവത്തിൽ പോകും ആലിമീങ്ങൾ, വലിയ വലിയ ഔലിയാക്കളൊക്കെ ഖൽവത്തിൽ പോകും എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കിരിക്കും, എന്നിട്ട് അമലെടുക്കും. ഭയങ്കര ശ്രേഷ്ഠതയാണ്. അങ്ങനെ ഒറ്റയ്ക്ക് പോകാനുള്ളൊരു സമയമാണ് വിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ 10. 1 മുതൽ 20 വരെ നീ നിന്റെ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടൽ രാത്രി കാലഘട്ടങ്ങളിൽ നോമ്പിൽ അള്ളാഹു അനുവദിച്ചു. ഉഹില്ലലക്കും ലൈലത്ത സിയാമി അർറഫസു ഇലാ നിസായിക്കും അനുവദിച്ചു. ഇനിയുള്ള 10 ദിവസം കിടപ്പറയിൽ നിന്ന് വരെ ബന്ധം വിച്ഛേദിച്ചിട്ട് നീ അള്ളാഹുമായിട്ട് മുനാജാത്തിലാകും. നീ പള്ളിയിൽ വന്ന് ഇഅ്തികാഫിരിക്കും. ഷാഫി മദ്ഹബിൽ ചർച്ചയുണ്ട്, ജുമുഅത്ത് പള്ളിയാണോ തൈക്കാവാണോ ഏറ്റവും നല്ലത് ഇഅ്തികാഫിരിക്കാൻ? പ്രബല അഭിപ്രായം ജുമുഅത്ത് പള്ളിയാണ്. ജുമുഅത്ത് പള്ളിയിൽ തന്നെ വന്നിരുന്ന് ഇഅ്തികാഫിരിക്കാം. കഴിയുന്നതിന്റെ പരമാവധി പള്ളിയിൽ തന്നെ നിലകൊള്ളും. ആ 10 ദിവസം എല്ലാ ജോലി തിരക്കും മാറ്റി വെച്ചിട്ട് അവിടെ തന്നെ നിലകൊള്ളണം. കണ്ടിട്ടില്ലേ, നമ്മൾ ഒരുപാട് ആളുകളെ നാട്ടിൽ നിന്നാല് പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ട് കച്ചവടക്കാരൊക്കെ നേരെ ഹറമി പോകും. എന്നിട്ട് ആ 10 ദിവസം അവിടെ അങ്ങ് കൂടും. 2 കാര്യമാണ്. ഒന്ന് പിരിവിന്റെ അഹ്ലികാർ വീട്ടിൽ വരത്തില്ല, അങ്ങനെ ഉദ്ദേശിച്ച് പോകുന്നവരുണ്ട്. വേറെ ചില ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഹലാക്ക്, കയ്യിലുള്ള പൈസ മുഴുവൻ തീരും എന്ന് കരുതിയിട്ട് വേഗം അവിടെ പോയിരിക്കും. എന്നാലും ചില ആളുകൾ അങ്ങനെയൊന്നും അല്ല. ചിലരെന്താണ്, നല്ല നീയത്തിൽ പോകുന്നവരുണ്ട്. അള്ളാഹു നല്ല നീയത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവിടെ തന്നെ ഇഅ്തികാഫായിട്ട് കഴിഞ്ഞുകൂടാം എന്ന ലക്ഷ്യത്തിൽ തന്നെ നിലകൊള്ളുന്നു. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അവസാനത്തെ വർഷമെത്തിയപ്പോ, നബിതങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന വർഷമെത്തിയപ്പോ 20 ദിവസം ഇഅ്തികാഫിരുന്നു. 11ന്റെ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ലാസ്റ്റ് കൊല്ലാണ് ഈ ലോകത്തുനിന്ന് വിട പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ ലോകത്തുനിന്ന് വിട പറയുന്ന ആ വർഷത്തിൽ 20 ദിവസം പള്ളിയിൽ തന്നെ, റമളാൻ ലാസ്റ്റത്തെ 20 ദിവസം പള്ളിയിൽ തന്നെ ഇഅ്തികാഫ്. അതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുന്നു, തലമുടിയും താടിരോമം ഒക്കെ നരയ്ക്കുമ്പോ, വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോ നീ കൂടുതൽ ഇഅ്തികാഫിന് പ്രാമുഖ്യം കൊടുക്കണം. അള്ളാഹുമായിട്ടുള്ള ബന്ധം വരണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. കൂടുതൽ അപ്പോഴാണ് ഇരിക്കേണ്ടത്. അപ്പോഴാണ് ക്ഷീണമാന്ന് പറഞ്ഞ് നമ്മൾ പുറകോട്ട് വരികയുന്നത്. കൂടുതൽ ബന്ധപ്പെടേണ്ടത് അപ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശൈലി അതായിരുന്നു. അവസാനത്തെ വർഷം ഈ ലോകത്തുനിന്ന് വിട പറയുന്നു എന്ന് മനസ്സിലാക്കിയതാകുന്ന വർഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 20 ദിവസം പരിപൂർണമായി പള്ളിയിൽ ഇഅ്തികാഫിലായി കഴിച്ചു. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, നമ്മളിൽ ഇത്രയും ദിവസം കഴിഞ്ഞു റമളാൻ 28ാമത്തെ നോമ്പാണ് അല്ലേ? നമ്മളിൽ എത്ര മണിക്കൂർ പള്ളിയിൽ ഇഅ്തികാഫിരുന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. തുടക്കം മുതലൊന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ലാസ്റ്റത്തെ 10-ലായിക്കോട്ടെ, നമ്മൾ എത്ര ആളുകൾ ഈ നിയ്യത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളിയിൽ ഞാൻ ഇഅ്തികാഫിരിക്കുന്നു എന്ന് കരുതിയിട്ട് അതിന്റെ കൂലി പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഇരുന്നവർ എത്ര ആളുകളുണ്ട്?
വളരെ കുറവല്ലേ? ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്നതാകുന്ന 27-ാം രാവ് ഏറ്റവും കൂടുതൽ ആളുകൾ പള്ളിയിൽ വരുന്ന ദിവസം പോലും പൊതി കിട്ടിയ അപ്പം നമ്മൾ ഇറങ്ങാൻ ലൈലത്തുൽ ഖദർ പൊതിഞ്ഞു കിട്ടി എന്ന അർത്ഥത്തിൽ ഓടുകയാണ്. ഞാനിത് പറയുന്നത് തമാശയായിട്ട് പറയല്ല, ഗൗരവമുള്ള വിഷയമാണ്. നമ്മളൊരു 10 മിനിറ്റ് ഇഖ്ലാസ് വെച്ചിട്ട് ഇഅ്തികാഫിന്റെ ഒരു കൂലി പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഇരിക്കുന്നവരുണ്ടോ? ചിന്തിക്കുക സഹോദരൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ ഒരു രാത്രി കൂടി ഉണ്ട് നമ്മുടെ മുന്നിൽ. ശരിക്ക് പിടിച്ചാൽ ഒരുപക്ഷെ ഈ രാവ് കൊണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, 1000 മാസങ്ങളേക്കാൾ പവിത്രതയുള്ളതായ മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ഖദറിന്റെ രാവെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇത് ഒരർത്ഥം. മറ്റൊരർത്ഥം മുഫസ്സിരീങ്ങൾ പറയുന്നു, കാലാകാലം എന്നർത്ഥമുണ്ട് അൽഫ് എന്ന പദത്തിന്. ഇത് പറയാനാണ് ഇന്ന് ലൈലത്തുൽ ഖദർ പറഞ്ഞു തന്നെ പോകും. ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം. ഇതൊന്ന് അറിഞ്ഞിരിക്കൽ നല്ലതാണ്. കാരണം നമ്മൾ പല ആളുകളും 27 കഴിയുമ്പോൾ എല്ലാം മടക്കി വെക്കും. അങ്ങനെ ആകാൻ പാടില്ല. പള്ളികളിൽ ഇന്നലത്തെ തറാവീഹിന് തന്നെ ആളുകൾ കുറഞ്ഞു തുടങ്ങി. എന്താ കാര്യം? എല്ലാം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ഒന്നുമില്ല. തറാവീഹ് തന്നെ ഉണ്ടോന്ന് സംശയിക്കുന്ന ആളുകളാണ് നമുക്കിടയിലുണ്ട്. എന്നോട് ഒരാൾ ഇന്നലെ അങ്ങനെ ചോദിച്ചു, ഇനി തറാവീഹ് ഉണ്ടോ? 27 കഴിയുമ്പോൾ തറാവീഹ് തന്നെ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് ചിലർ നമ്മുടെ ഇടയിൽ തന്നെ ആളുകളുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പറഞ്ഞാൽ അത്രത്തോളം ഉള്ളൂ നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവും വിവരവും. പിന്നെ പെരുന്നാളിന് പോയാൽ മതി എന്നുള്ള ചിന്താഗതിയാണ്. അങ്ങനെയല്ല, ഇനിയാണ് മഹത്തമായ ദിവസം. അൽഫ് എന്ന പദത്തിന് കാലാകാലം എന്ന അർത്ഥമുണ്ട്. ഖുർആനിൽ ഒരു ആയത്ത് കാണാം. بسم الله الرحمن الرحيم ولتجدنهم أحرص الناس على حياة ومن الذين أشركوا يود أحدهم لو يعمر 1000 سنة وما هو بمزحزحه من العذاب أن يعمر. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലെ മുശ്രിക്കുകളുടെ അവസ്ഥ വിവരിക്കുകയാണ്. പറയുകയാ, വലതജിദന്നഹും അഹറസന്നാസി അലാ ഹയാത്ത്. അവിശ്വാസികളായ ആളുകളെ നബിയെ തങ്ങൾ നിശ്ചയമായും എത്തിക്കും റസൂലേ. അവർ ഈ ദുനിയാവിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹമാണ്. വമിനല്ലദീന അശ്റകൂ, ശിർക്കിന്റെ അഖിലകാരാകുന്ന കുഫാറുകളാകുന്ന അവിശ്വാസികൾ, അല്ലാഹുവിൽ വിശ്വാസമില്ലാത്ത, മരണത്തെ വിശ്വാസമില്ലാത്ത, മരണാനന്തര ജീവിതത്തെ വിശ്വാസമില്ലാത്ത, ഖബറിനെ കുറിച്ചോ മഹ്ശറയെ കുറിച്ചോ യാതൊരുവിധ ബോധോദയവുമില്ലാത്തതായ അക്കൂട്ടർ, വമിനല്ലദീന അശ്റകൂ യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു 1000 സന. അവരിൽ ഓരോരുത്തരും ചിന്തിക്കുന്നത്, അവരിൽ ഓരോരുത്തരും കൊതിക്കുന്നത് കാലാകാലം ഈ ദുനിയാവിൽ ജീവിക്കാമെന്നാണ്. അവിടെ ഖുർആനിൽ അല്ലാഹു അൽഫ് എന്ന പദത്തിന് അർത്ഥം കൊടുത്തത് എന്താ? കാലാകാലം എന്നാണ്. കാരണം 1000 കൊല്ലമൊന്നല്ല. 1000 കൊല്ലം കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത വർഷം മരിക്കാൻ ആഗ്രഹിക്കുവോ കാഫിറുകൾ? ഒരിക്കലുമില്ല. അവർക്ക് മരണം വേണ്ട എന്നാണ്. 1500 കൊല്ലം കഴിഞ്ഞാൽ മരിക്കാൻ വേണ്ടി പറഞ്ഞാൽ മരിക്കുവോ? ഇല്ല. അതുകൊണ്ട് അവിടെ അർത്ഥം എന്താണ്? ലൗ യുഅമ്മറു 1000 സന, കാലാകാലം ഈ ലോകത്ത് എന്നെന്നും ജീവിക്കാൻ അവർ ആഗ്രഹിക്കുകയാണ്. ഇത് വെച്ചിട്ട് മുഫസ്സിരീങ്ങൾ പറഞ്ഞു. ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഈ അർത്ഥം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്തിന്? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ 1000 ശഹർ. കാലാകാലം അമൽ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠതയാണ് ഈ പവിത്രമായ രാവ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ. അങ്ങനെയും അർത്ഥമുണ്ട്. എന്നാൽ ഏറ്റവും സഹീഹായ ശ്രേഷ്ഠമായ അർത്ഥം നമ്മൾ ആദ്യം പറഞ്ഞതാണ്. ഏത്? 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠത. അതിന് എണ്ണയില്ല, എത്രയാണെന്നറിയില്ല. ഈ പറഞ്ഞത് രണ്ടാമത് പറഞ്ഞത് ഒരർത്ഥമാണ്. ഉണ്ടോ? പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം എത്രയാ സഹോദരങ്ങളെ, ചിന്തിക്കണം.
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന അമലുകളെല്ലാം കൂടി കൂട്ടിക്കിഴിച്ചാൽ പോലും ലൈലത്തുൽ ഖദറിന്റെ ഒരു രാവിനോട് കിടപിടിക്കുമോ നമ്മൾ ചിന്തിക്കും. ഒരാൾ 80 വർഷവും അല്ലെങ്കിൽ 100 വർഷവും ജീവിച്ചു, രാവും പകലും നിസ്കാരവും നോമ്പും ഒക്കെ, അതിനേക്കാളൊക്കെ മഹത്താണ് എന്ത്? ലൈലത്തുൽ ഖദറിന്റെ ഒരൊറ്റ രാത്രിയിൽ ഉറക്കമൊഴിച്ചിട്ട് ഇബാദത്ത് എടുത്താൽ. ഉറക്കമൊഴിക്കണം, അല്ലാതെ പള്ളിയിൽ പോയി കിടന്ന് റാഹത്തായിട്ട് കിടന്ന് ഉറങ്ങാൻ. ഒരു ഹദീസ് ഉണ്ട്, മന്നാമ ലൈലത്തുൽ ഖദരി യഗ്ഫിറുല്ലാഹു ലഹു, അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും ലൈലത്തുൽ ഖദറിൽ ഉറങ്ങിയാൽ. എന്ന് പറഞ്ഞാൽ തെറ്റൊന്നും ചെയ്യാതെ ഒരു വ്യക്തി ഒന്നും പറ്റുന്നില്ലെങ്കിൽ അതിൽ കിടന്ന് ഉറങ്ങിയാൽ തന്നെ കൂലി കിട്ടും. ഇനി അത് കേട്ടിട്ട് പുള്ളി കിടന്ന് ഉറങ്ങാൻ നിൽക്കണ്ട. ഖുർആൻ ഓതുന്നവന് ദിക്ർ ചെല്ലുന്നവന്റെ മഹത്വം പോലെ ആവൂലല്ലോ ഉറങ്ങുക എന്ന് പറയും. ഉറക്കമൊഴിച്ചിട്ട് നല്ലതുപോലെ പണിയെടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ലൈലത്തുൽ ഖദറിലുള്ള നിസ്കാരം പൂർത്തിയാക്കി നിസ്കരിച്ചാൽ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരും. ഹദീസാണ് സയ്യിദുനാ റസൂലുള്ളാഹി. തറാവീഹ് ഒക്കെ കറക്റ്റ് ആയിട്ട് അന്നത്തെ രാത്രിയിൽ നിസ്കരിക്കുക. ഇന്നത്തെ രാത്രിയിൽ ശരിക്കും ശ്രദ്ധിക്കണം. അത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ. ആ രാത്രിയുടെ മറ്റൊരു പ്രത്യേകതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇറക്കുമത്രേ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം അവർ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. നേരം വെളുക്കുന്നത് വരെ എല്ലാ വീടുകളിലും വന്നുകൊണ്ട് അവർ സലാം പറയുമേ. ഓരോ മുഅ്മിനീങ്ങളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് അവർ അസ്സലാമു അലൈക്കും പറയുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാ മുഅ്മിനിന്റെയും മുഅ്മിനത്തിന്റെയും വീടുകളിൽ എത്തിയിട്ട് അവരുടെ കൈക്ക് പിടിച്ചും മുസാഫഹത്ത് ചെയ്തിട്ട് അസ്സലാമു മലക്കുകൾ ഇറങ്ങുന്ന രാവാണ്. ഓ, അപ്പൊ മലക്കുകൾ എപ്പോഴും ഇറങ്ങുമല്ലോ. പിന്നെന്താ ഇപ്പൊ ഈ പ്രത്യേക ഒരു മലക്ക് ഇവിടെ ഡെയിലി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ അസറിനും ഇറങ്ങിയിട്ടുണ്ട് മലക്ക്, സുബൈക്കും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെന്താ ഇപ്പൊ ഈ പറഞ്ഞതിന്റെ പ്രത്യേകത എന്താ? ശ്രദ്ധിക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് ഇന്നത്തെ ക്ലാസ് തിരിയുള്ളൂ. ശരിക്കും ശ്രദ്ധിക്കും. മലക്കുകൾ എപ്പോഴും ഇവിടെ ഇറങ്ങുന്നുണ്ട് ഭൂമിയിൽ. രാവിലെ ഇറങ്ങുന്നുണ്ട്, വൈകിട്ട് ഇറങ്ങുന്നുണ്ട്. ഹദീസ് ഉണ്ടല്ലോ, യതആഖബു ഫീകും മലായികതും ബില്ലൈൽ വമലായികതും ബിന്നഹാർ يجتمعون في صلاة العصر وفي صلاة الصبح. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എല്ലാ ദിവസവും പ്രഭാത സമയത്തും സുബൈക്കും അസറിന്റെ സമയത്തും മലക്കുകൾ പ്രത്യേകമായി ഇറങ്ങുമേ ഭൂമിയിലേക്ക്. സുബൈക്ക് ഇറങ്ങുന്ന മലക്ക് ജനങ്ങളോടൊപ്പം സുബൈ ജമാഅത്തായി നിസ്കരിക്കുകയാണ്. നമസ്കാരത്തിന് ശേഷം അവരതാ ജനങ്ങളുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ വേണ്ടി നിലകൊള്ളുകയാണ്. റഖീബ് അതീദ് അലൈഹിമുസ്സലാം മാത്രമല്ല, നന്മ തിന്മകൾ രേഖപ്പെടുത്തുക. ബഹുമാനപ്പെട്ടതാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സുബൈ നമസ്കാരം കഴിഞ്ഞ ഈ മലക്കുകൾ അസർ വരെ നന്മ തിന്മകൾ രേഖപ്പെടുത്തുകയാണ്. അസറിന്റെ സമയമാകുമ്പോ അടുത്ത ഒരു വിഭാഗം മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമേ. അവരും സുബൈക്ക് വന്ന മലക്കും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജമാഅത്തായി അസർ നിസ്കരിക്കുകയാണ്. അസർ നിസ്കാരം കഴിയുമ്പോ സുബഹിക്ക് വന്ന മലക്കുകൾ, അസർ വരെ നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ മലക്കുകൾ, അവർ ആകാശ ലോകത്തേക്ക് കയറുകയാണ്. അല്ലാഹുവിലേക്ക് മനുഷ്യൻ അതുവരെ ചെയ്തിട്ടുള്ളതാകുന്ന സുബൈ മുതൽ അസർ വരെ ചെയ്തതാകുന്ന നന്മ തിന്മകൾ അല്ലാഹുവിലേക്ക് സമർപ്പിക്കുകയാണ്. അസറിന് വന്ന മലക്കുകൾ, അസറിന് ഇറങ്ങിയതായ മലക്കുകൾ അസർ നിസ്കാരം കഴിഞ്ഞത് മുതൽക്ക് സുബഹി വരെ മനുഷ്യരുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തുകയാണ്. സുബഹിയുടെ സമയമാകുമ്പോ വീണ്ടും അടുത്ത വിഭാഗം മലക്കുകൾ ഇറങ്ങി വരുകയാ. ഇരുവിഭാഗം മലക്കുകളും കൂടി ഒരുമിച്ച് ചേർന്ന് സുബഹി നിസ്കരിക്കുമേ. അസറിന് വന്ന മലക്കുകൾ സുബഹി വരെ നന്മ തിന്മകൾ രേഖപ്പെടുത്തിയവർ സുബഹിക്ക് ശേഷം അല്ലാഹുവിങ്കലേക്ക് കയറുകയാണ്. എല്ലാ അമലുകളും മനുഷ്യൻ ചെയ്തിട്ടുള്ള സകല നന്മകളും തിന്മകളും അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്.
സുബഹിക്ക് വന്ന മലക്ക് വീണ്ടും അതാ അസർ വരെ നന്മത്തിന്മകൾ രേഖപ്പെടുത്തുകയാണ്. ഇതിങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്വഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. യതആഖബു ഫീകും മലായികത്തും ബില്ലൈൽ വമലായികത്തും ബിന്നഹാർ يجتمعون في صلاة العصر وفي صلاة الصبح ثم يعرجون إلى الله. നിസ്കാരത്തിന് ശേഷം മനുഷ്യൻ ചെയ്തിട്ടുള്ള തിന്മകളുമായി അല്ലാഹുവിങ്കലേക്ക് കയറി പോകുകയാ. ഫയഖൂലുല്ലാഹു തബാറക വതആല വഹുവ അഅലമു ബിഹിം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മനുഷ്യരുടെ അവസ്ഥാവിശേഷങ്ങൾ ചോദിച്ചറിയുകയാ. നിങ്ങൾ എങ്ങനെയാണ് എന്റെ അടിമകളെ കണ്ടത്? കൈഫ തറക്തും ഇബാദി, എന്റെ അടിമകളെ ഏത് നിലയിലാണ് നിങ്ങൾ കണ്ടിട്ട് വന്നത് എന്ന് അല്ലാഹു മലക്കുകളോട് ചോദിക്കും. പറയേ ഉടനെ മലക്കുകൾ പറയുകയാണ്, അത്തൈനാഹും വഹും യുസല്ലൂൻ വതറക്നാഹും വഹും യുസല്ലൂന യാ അല്ലാഹ്. ഞങ്ങൾ സുബഹിക്ക് ചെല്ലുമ്പോ കടക്കല പള്ളിയുടെ അകത്തളത്തിൽ സുബഹി നിസ്കരിച്ചുകൊണ്ട് ഇന്നാരിന്റെ മനുഷ്യൻ നിലകൊണ്ടിട്ടുണ്ടായിരുന്നു. അല്ലാഹ് ബാങ്ക് വിളിക്കുമ്പോ അവിടുത്തെ ഉമ്മ അവർ ഒതുവെടുത്തുകൊണ്ട് അവ്വൽ വഖത്തിൽ നിസ്കാരം നിർവഹിച്ചവരായിരുന്നു. അല്ലാഹ് ഞങ്ങളിതാ അസറിന്റെ സമയത്ത് തിരിച്ച് കയറി വരുമ്പോഴും അവർ അസർ നിസ്കരിക്കുകയായിരുന്നു. അല്ലാഹ് ഞങ്ങൾ ചെല്ലുമ്പോഴും അവർ നിസ്കാരത്തിലാണ്, തിരിച്ചു വരുമ്പോഴും നിസ്കരിക്കുകയായിരുന്നു. അല്ലാഹ് എന്ന് നീ നിസ്കരിക്കുന്നവനാണെങ്കിൽ മലക്കുകൾ നിന്നെ കുറിച്ച് പറയുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ ആദരവായ പ്രവാചകൻ പറഞ്ഞത്, രണ്ട് നിസ്കാരം നിങ്ങൾ ശ്രദ്ധിക്കണേ. ഫർളായ നമസ്കാരങ്ങളിൽ രണ്ട് നിസ്കാരം ഏറ്റവും ശ്രദ്ധ ചെലുത്തേണ്ട നിസ്കാരമാണ്. ഒന്ന് സുബ്ഹിയാണ്, മറ്റൊന്ന് അസറാണ്. കാരണം ഈ രണ്ട് നിസ്കാരങ്ങൾക്ക് പിറകിൽ മനുഷ്യന്റെ നന്മതിന്മകളെ അല്ലാഹുവിന്റെ മുന്നിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നതായ സമയമാണ്. ഹാഫിളൂ അലാ സ്വലാത്തി വസ്സലാത്തിൽ വുസ്താ. നമസ്കാരങ്ങളെ ശ്രദ്ധിക്കണേ. അസ്ർ നമസ്കാരത്തെ ഗൗരിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. എന്തുകൊണ്ട് മനുഷ്യരിൽ അധിക ആളുകളും അശ്രദ്ധ വെക്കുന്നതാകുന്ന നിസ്കാരമാണ് ഒന്ന് സുബഹി, മറ്റൊന്ന് അസ്ർ. കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും നല്ല മന്തിയൊക്കെ കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങും. അസർ ഖളായിപ്പോ. രാത്രിയിൽ നല്ല ഫുഡ് അടിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങും. 3 മണി വരെ മൊബൈലുണ്ട്. സുബഹി ഇല്ല, സുബഹി ഖളായിപ്പോ. ഈ രണ്ട് നിസ്കാരവും ശ്രദ്ധിക്കണം. ഏത്? സുബഹിയും അസറും. മനുഷ്യന്റെ അമലുകളെ ഡെയിലി ഉയർത്തുന്ന സമയമാണത്. അമലുകളെ 3 രീതിയിൽ ഉയർത്തും. ശ്രദ്ധിക്കണേ, പഠിച്ചു വെച്ചോ. അമലുകളെ 3 രീതിയിൽ ഉയർത്തും. ഒന്ന് എല്ലാ വർഷത്തിലും ഉയർത്തും. അതാണ് ശഅബാൻ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചല്ലോ, ഇന്നക തസൂമു ശഹ്റൻ മിന ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. ശഅബാൻ മാസം നോമ്പനുഷ്ഠിക്കുന്നത് പോലെ ലം അറക തസൂമു ശഹ്റൻ, തങ്ങൾ ഒരു മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതായി തങ്ങളെ കണ്ടിട്ടില്ല. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നബി തങ്ങൾ നോമ്പ് പിടിക്കും. ഏത് മാസത്തിൽ? ശഅബാൻ മാസം. ഒന്ന് നബിയുടെ മാസമാണ് ശഅബാൻ ഷഹീരി എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കിബില മാറ്റം നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ്. വലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹ, തങ്ങൾക്ക് കിബില മാറ്റി കഅബ സ്ഥിരപ്പെടുത്തിയതാകുന്ന മാസമാണ് ശഅബാൻ. ശഅബാൻ 15-ന് ശഫാഅത്ത് നൽകപ്പെട്ടത് ശഅബാനിലാണ്. ശഅബാൻ 15-നാണ് നബി തങ്ങൾക്ക് ശഫാഅത്തിന്റെ അർഹത കൊടുത്തത് ശഅബാനിലാണ്. അങ്ങനെയൊക്കെ കാരണങ്ങളുണ്ട്. വിശദീകരിക്കാനുള്ള ഒരുപാടുണ്ട്. ഞാൻ ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല. നബി തങ്ങളോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ നബി കൊടുത്ത മറുപടി എന്താണെന്നറിയോ? എന്താ മറുപടി? ദാലിക ശഹൂറുൻ തുർഫഉൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ഒരുപാട് കാര്യം പറഞ്ഞു. അതിൽ ഒന്നതാണ് അമലുകളെ അല്ലാഹുവിലേക്ക് വർഷത്തിൽ ഉയർത്തപ്പെടുന്ന സമയമാണ് ശഅബാൻ മാസം മുഴുവനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി.
നമ്മൾ കച്ചവടക്കാരാണെങ്കിൽ ആഴ്ചയിൽ അവന്റെ കച്ചവടത്തിൻ്റെതാകുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് എഴുതി രേഖപ്പെടുത്തും. ഡെയിലി എഴുതും. ഡെയിലി നോക്കും, വൈകിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കും, എത്ര കിട്ടിയെന്ന് നോക്കും. ആഴ്ചയിൽ നോക്കുന്നവരുണ്ട്, മാസത്തിൽ നോക്കുന്നവരുണ്ട്, വർഷത്തിൽ മാർച്ച് മാസമാകുമ്പോൾ ഒന്ന് ഓഡിറ്റ് ചെയ്യുന്നവരുണ്ട്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലുണ്ട്. എല്ലാ ദിവസവും അമലിനെ ഉയർത്തും, ആഴ്ചയിലും ഉയർത്തും, വർഷത്തിലും ഉയർത്തും. വർഷത്തിൽ ഉയർത്തുന്നതാണ് പറഞ്ഞത് ശഅബാൻ മാസത്തിൽ. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ നോമ്പ് പിടിക്കുന്നതേ നോമ്പുകാരനായിരിക്കെ എന്റെ അമലിനെ ഉയർത്തപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്വീകാര്യതയാണ്. നോമ്പുകാരനായിരിക്കെ എന്റെ അമലിനെ ഉയർത്തപ്പെടുന്നത് വലിയ സ്വീകാര്യതയാണ് അല്ലാഹുവിന്റെ അടുക്കൽ. അത് വലിയ സന്തോഷം കിട്ടുന്ന കാര്യമാണ്. അത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മനസ്സിലാക്കണം. അപ്പൊ വർഷത്തിൽ അമലിന് ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ. ആഴ്ചയിൽ ഉയർത്തും, എല്ലാ തിങ്കളും എല്ലാ വ്യാഴവും. തുർഫഉൽ അഅമാലു ലൈലത്തൽ ഇസ്നൈനി വലൈലത്തൽ ഖമീസ് ശഫീഉനാ റസൂലുള്ളാഹി. എല്ലാ തിങ്കളാഴ്ച ദിവസവും എല്ലാ വ്യാഴാഴ്ച ദിവസവും അമലിനെ ഉയർത്തപ്പെടും. ഫയുഗ്ഫറു ലികുല്ലി മുസ്ലിമിൻ, അമൽ ചെയ്തവർക്കൊക്കെ അന്നത്തെ ദിവസം അല്ലാഹു പുറത്തു കൊടുക്കും. സയ്യിദുനാ റസൂലുള്ളാഹി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുകൊണ്ടാണ് തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കാൻ പറഞ്ഞത്. സുന്നത്ത് നോമ്പ് റമദാനല്ല, റമദാൻ അല്ലാത്തപ്പോൾ ആരെയും പറയുന്നു. തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പ് പിടിക്കാൻ പറഞ്ഞത് എന്തുകൊണ്ട്? നോമ്പുകാരായി നിലകൊള്ളവേ അമലിനെ ഉയർത്തപ്പെടുമ്പോൾ സ്വീകാര്യത കൂടുകയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാ ആഴ്ചയിലും 2 സമയങ്ങളിലായിട്ടാണ് അമലിനെ ഉയർത്തപ്പെടുന്നത്. ഒന്ന് തിങ്കൾ, മറ്റൊന്ന് വ്യാഴം. മൂന്നാമത്തെ ഉയർത്തലാണ് ഇപ്പൊ ഈ പറഞ്ഞത്. സുബൈക്ക് ശേഷം ഉയർത്തും, ഡെയിലി ഉയർത്തും. എല്ലാ ദിവസവും അസറിന് ശേഷവും അമലിനെ ഉയർത്തും. അതുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് എന്ത് ഡെയിലി ഉയർത്തണം. അപ്പൊ ഡെയിലി നോമ്പ് പിടിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് എന്ത് പറഞ്ഞു? നിങ്ങൾ ആ നിസ്കാരം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഏതൊക്കെ? ഒന്ന് സുബഹിയും മറ്റൊന്ന് അസറും. ഈ 2 നിസ്കാരങ്ങൾക്ക് പിറകിലാണ് അമലുകൾ അള്ളാഹുവിന്റെ അടുക്ക് കൊണ്ടുപോകുക. അപ്പൊ നിസ്കാരം കറക്റ്റ് ആണെങ്കിൽ റബ്ബിന്റെ അടുക്കൽ നിങ്ങൾക്ക് വലിയ സ്വീകാര്യത കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലായില്ലേ? 3 രീതിയിൽ ഉയർത്തും. ഒന്ന് ശഅബാൻ, മറ്റൊന്ന് ആഴ്ചയിൽ ഉയർത്തുന്നു പരിശുദ്ധമായ തിങ്കൾ വ്യാഴം, മറ്റൊന്ന് ഡെയിലി ഉയർത്തുന്നു സുബൈക്ക് ശേഷവും അസറിന് ശേഷം. അപ്പൊ ഇങ്ങനെ മലക്കുകൾ ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. സുബൈക്ക് ശേഷവും അസറിന് ശേഷവും മലക്കുകൾ വരുന്നുണ്ട്. പിന്നെന്താ ഇപ്പൊ ഈ ഖുർആനിൽ പറഞ്ഞത്? തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ. ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ മലക്കിറങ്ങി വരുമെന്ന് പറഞ്ഞത് പിന്നെന്താ അർത്ഥമുള്ളത്? ഡെയിലി മലക്കിറങ്ങുമല്ലേ? എല്ലാ ദിവസവും ഇറങ്ങിക്കൊണ്ടിരിക്കുക, റമദാൻ അല്ലെങ്കിലും. അപ്പൊ ഈ പറഞ്ഞതിന് അർത്ഥം എന്താ? ഈ പറഞ്ഞതിന്റെ അർത്ഥം മഹാന്മാര് പറയുന്നു, ഇത് സാദാ സീതാ മലക്കല്ല, ഇത് പ്രത്യേകം മലക്കിറങ്ങാൻ. ഈ മലക്കുകളുടെ പേര് തന്നെ എന്താണ്? മലായികത്തു ലൈലത്തുൽ ഖദ്രി എന്നാണ്. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് പ്രത്യേകമായ മലക്കുകളാണ് ഇറങ്ങുന്നത്. അവരെ മലക്കുകൾ പോലും കണ്ടിട്ടില്ല. മലക്കുകൾ പോലും അസാധാരണമായ മലക്കുകളാണ് ഈ വരുന്നത്. മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് പറയുന്നത് ഇങ്ങനെയാണ്: ആകാശത്ത് ഒരു ചവിട്ടടി വെക്കാനുള്ള സ്ഥലമില്ല, അവിടെയൊക്കെ മലക്കുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്താ പറഞ്ഞത്? 7 ആകാശം. ആ 7 ആകാശങ്ങളിൽ ഓരോ ചവിട്ടടിയിലും മലക്കുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ മലക്കുകളുടെ എണ്ണ എത്ര? അല്ലാഹുവിനല്ലാതെ അവന്റെ പട്ടാളത്തിന്റെ എണ്ണ അറിയൂല, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റൂല. അതിനാണ് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞത്: ആകാശ ലോകത്ത് ഓരോ ചവിട്ടടിയിലും മലക്കുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ചിന്തിക്ക്. പിന്നെ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിറങ്ങുമെന്ന് ഈ പറഞ്ഞത്? ഇത് സാദാ മലക്കല്ല, ഇത് സിദ്റത്തുൽ മുന്തഹിൽ നിന്നുള്ള പ്രത്യേകമായ മലക്കാണ്. എങ്ങനെ മനസ്സിലായി? മുഫസ്സിരീങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു, സാദാ മലക്കാണ് എങ്കിൽ ഇവിടെ ആദ്യം മലായിക്കത്ത് എന്ന പദം പറയില്ലായിരുന്നു. ആദ്യം ആരെ പറഞ്ഞേനെ? ക്യാപ്റ്റനെ പറഞ്ഞേനെ, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞേനെ. ഇവിടെ എങ്ങനെ അല്ലാഹു പറഞ്ഞത്? ഓദിക്കെല്ലാവരും തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ. ആദ്യം ആരെ പറഞ്ഞു? മലക്കുകളെ പറഞ്ഞു. വറൂഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ രണ്ടാമത് പറഞ്ഞു. എന്നാൽ സൂറത്തുൻ നബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അവസാന ഭാഗത്ത് ആദ്യം ആരെ പറയുന്നുണ്ട്? ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറയുന്നുണ്ട്. രണ്ടാമതാണ് മലക്കിനെ പറയുന്നത്. بسم الله الرحمن الرحيم إن للمتقين مفازا حدائق وأعناب
وكواعب ترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا رب السماوات والأرض وما بينهما الرحمن لا يملكون منه خطابا يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നബയിൽ അവസാന ഭാഗം ലോകാവസാനത്തിന്റെ ഭീകരത വിവരിക്കുന്നിടത്ത് അല്ലാഹു പറയുകയാ യൗമ യഖൂമുർ റൂഹ് വൽ മലായികതു സഫാ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമും സർവ്വ മലക്കുകളും അല്ലാഹുവിന്റെ മുന്നിൽ സഫ് സഫായി അണിനിരക്കുകയാ അല്ലാഹു അനുവാദം കൊടുത്തവർക്കല്ലാതെ അന്ന് സംസാരിക്കാൻ കഴിയില്ല അവിടെ അല്ലാഹു പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ ആദ്യം യൗമ യഖൂമുർ റൂഹു രണ്ടാമത് പറഞ്ഞു വൽ മലായിക സൂറത്തുൽ ഖദറിൽ മലക്കുകളെ ഇറക്കുമെന്ന് എടുത്ത് അല്ലാഹു പറഞ്ഞു തനസ്സലുൽ മലായികതു വറൂഹു ആദ്യം മലക്കുകളെ പറഞ്ഞു രണ്ടാമത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞു എന്തുകൊണ്ട് ഇത് സാധാ മലക്കല്ല മറ്റേത് എല്ലാ മലക്കും ഉണ്ട് ഇത് സ്പെഷ്യൽ മലക്കുകളാണ് അതുകൊണ്ട് അവരെ പരിഗണിക്കാൻ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ സിദ്റത്തുൽ മുൻതഹയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി മലക്കുകളെ ഭൂമിയിലേക്ക് ഇറങ്ങുന്നതായ ദിവസമാണ് ഭൂമിയിലേക്ക് ഇറക്കുന്നതായ രാവാണ് വറൂഹു അമ്പിയാക്കളും മാത്രം പരിചയപ്പെട്ടതായ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനെയും ഭൂമിയിലേക്ക് ഇറക്കുന്നതായ ദിവസമാണ് അമ്പിയാക്കൾ മാത്രം പരിചയപ്പെടുന്ന ആളാണ് ആര് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പിന്നെ ചുരുക്കം ചിലരടുത്ത് പോയിട്ടുണ്ട് മറിയം ബീവി റളിയല്ലാഹു അൻഹ അടക്കമുള്ള ചിലരുടെ അടുക്കൽ ആര് പോയിട്ടുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചിലർ വാദിച്ചത് എന്ത് മറിയം ബീവി റളിയല്ലാഹു അൻഹ നബി ഒരു നുബുവത്ത് കിട്ടിയ പെണ്ണാണെന്ന് വാദിച്ച ഇമാമിങ്ങൾ വരെയുണ്ട് കാരണം ജിബ്രീൽ അലൈഹിസ്സലാം ചെന്നതുകൊണ്ട് എന്നാൽ നുബുവത്തിന് വേണ്ടി അല്ല അവരെ നിയോഗിക്കപ്പെട്ടത് അത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയാണ് എന്ന് സ്ഥിരപ്പെടുത്തിയിട്ട് അതിൽ റദ്ദ് ചെയ്ത പണ്ഡിതന്മാരും നിൽക്കട്ടെ പെണ്ണ് ഒരാളെയും നബിയായിട്ട് അല്ലാഹു അയച്ചിട്ടില്ല എന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മഹത്തുക്കൾ മാത്രം ബന്ധപ്പെട്ടിട്ടുള്ള ആരാണ് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാതെ ലോക്കൽ ടീമുകൾ എടുക്കലൊന്നും പോക്കില്ല വേറെ ഒരാളത്തും പോയിട്ടില്ല എന്നിട്ടും അവരിറങ്ങുകയാണ് നേരെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങുകയാണ് ഭൂമിയിലേക്ക് എവിടെ വരികയാണ് മുക്കുന്നത്തുള്ളതാകുന്ന പാവപ്പെട്ടതാകുന്ന സഹോദരന്റെ വീട്ടിൽ വരികയാണ് സഹോദരിയുടെ വീട്ടിൽ വരിക എന്തിന് കൈക്ക് പിടിക്കാൻ ആര് അമ്പിയാക്കളുമായി പരിചയം വെച്ച ജിബ്രീൽ അലൈഹിസ്സലാം നമ്മുടെ വീട്ടിലോട്ട് വരുന്നത് അല്ലാഹ് എന്നിട്ട് കൈക്ക് പിടിച്ചിട്ട് അസ്സലാമു അലൈക്കും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ ഈ ഒരു നേട്ടം കിട്ടുന്ന രാവാണ് ലൈലത്തുൽ ഖദർ അത് വാങ്ങിയെടുക്കണ്ടേ വേണ്ടേ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒരു സദഖ കൊടുക്കണം അല്ലാഹു നമ്മുടെ സദഖയെ സ്വീകരിക്കുമാറാവട്ടെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ എല്ലാ നിയ്യത്തുകളും അല്ലാഹു സാധൂകരിച്ച് നൽകട്ടെ ഒരു സലാത്തിലേക്ക് എല്ലാവരും സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ് ഈ സംഗമം നീ കബൂലാക്കണേ അല്ലാഹ് അറിഞ്ഞും അറിയാതെ രഹസ്യമായി പരസ്യമായി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള സർവ്വവിധ പാപങ്ങളും വിട്ടുപുറത്ത് അഫ്വ് ചെയ്യണേ അല്ലാഹ്
ഞങ്ങൾ ഈ നൽകുന്ന സദഖ പരിപൂർണമായി സ്വീകരിക്കണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപയുക്തമാക്കണേ അല്ലാ. പാരത്രിക ലോകത്തെ സദഖ കൊണ്ട് വിജയിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഈ സദസ്സിൽ വന്ന് തീർന്നിട്ടുള്ള മുഴുവൻ സഹോദര സഹോദരിമാരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും പരിപൂർണമായ വിജയം ഞങ്ങൾക്ക് ഏവർക്കും നീ നസീബാക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ.